നമസ്കാരം. ശല്യപ്പെടുത്തില്ലേ കനപ്പെട്ട ഒരു പരിപാടിയിലാണ്. കനപ്പെട്ട പരിപാടി എന്ന് പറയുമ്പോൾ എന്താണെന്നോ ഒന്നും അറിയില്ലല്ലേ. ഞങ്ങൾ അസോസിയേഷൻ്റെ കെട്ടിട ഉദ്ഘാടനം. ആരാ വരുന്നേ? മുഖ്യമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടി ഒരു പാട്ട് അത് എഴുതണമെന്നാണ് നേതാവ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ കുറേ ദിവസമായിട്ട് അതിൻ്റെ പണിപ്പുരയിലാണ്. 2-3 നേരത്തെ വന്നല്ലോ. ഒന്ന് ഈ കാരണഭൂതം വന്നു, പിന്നെ വേറെ ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മേളിൽ നിൽക്കുന്നൊരു സാധനം വേണം. സാധാരണ എനിക്കിത് ഈസിയാണ്. ഈ എടുത്തച്ചൻ പണ്ട് പറയുന്ന പോലെ ഭാരതി തന്നിൽ തിരമാലകൾ പോലെ ഇതിങ്ങനെ പദാവലി തോന്നും. എനിക്കിതിങ്ങനെ കടലിൽ തിരയടിക്കുമ്പോൾ വരുന്നതാണ്. പക്ഷേ ഇത് തിരയൊന്നും പോരാ. നോക്കിയിട്ട് സുനാമി തന്നെ വേണ്ടി വരും. എഴുതിയിട്ടങ്ങോട്ട് കിട്ടുന്നില്ല. എത്ര ആലോചിച്ചിട്ട് എന്തെടുത്ത് വെച്ച് എഴുതും. വിപ്ലവം, ലാൽ സലാം, ചെങ്കൊടി, ഇതൊക്കെ ചേർത്തൊരു പിടി പിടിച്ച് നോക്കാം അല്ലേ? അതിന് മുമ്പ് സാറിനെ ഒന്ന് വിളിക്കാം. സാറേ. ആയി വരുന്നു. സംഭവം റെഡിയായി വരുന്നുണ്ട്. തകർക്കാം നമുക്ക്. പിന്നെ ഇത് പാടാനുള്ള ആൾ 100 പേര് റെഡിയാണെന്നോ? ആടിപ്പൊളി. അപ്പോൾ 100 പേര്. അപ്പോൾ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് കട്ടിയുള്ള സാധനങ്ങളാണ് വരുന്നത് കേട്ടോ. പിന്നെ ഉദ്ഘാടന സമയത്ത് നമ്മളെ ആളുകളെല്ലാം സെക്രട്ടറിയും ഇറങ്ങി വരുമായിരിക്കുമല്ലോ അല്ലേ? സ്വാഭാവികം. വേണ്ട. അവധി ബോർഡൊന്നും ഇട്ട് വയ്ക്കരുത്. അവധി ബോർഡ് ഇട്ട് വെച്ചാൽ അത് ഭയങ്കര വാർത്തയാവും. കുമാർ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നോക്കി നടക്കുക. വേണ്ട അവധി ബോർഡൊന്നും ഇടണ്ട. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം വേണ്ടി വരും. അപ്പോൾ വയലിന് എന്തെങ്കിലും ആവശ്യത്തിന് വരുന്നൊരു കാര്യമോ? അവരോട് 3-4 ദിവസം കഴിഞ്ഞ് വരാൻ പറ്റും സാറേ. നമുക്ക് ഈ പാട്ടല്ലേ വരുന്നത്. ശരിയെന്നാ. ഞാനിത് എഴുതി റെഡിയാക്കിയിട്ട് വിളിക്കാം. ഓക്കെ സാർ. വ്യക്തിപൂജ പാടില്ല എന്നാണല്ലോ നയം. വ്യക്തിപൂജയ്ക്ക് ഒരു പാടുമില്ല എന്നാണോ സാർ പറഞ്ഞത്? എഴുതി നോക്കാം. ചെങ്കൊടിക്ക് കാവലാൾ. സഭാഷ് അത് തകർക്കും. ചെങ്കനൽ കനക്കരാൾ. ഇത് പൊളിക്കും. ചെങ്കൊടി കരങ്ങളേന്തി കേരളം നയിക്കയായി. എഴുതിട്ട് വായിച്ചിട്ട് എനിക്ക് തന്നെ സഹിക്കുന്നില്ല. ഇനി കുറച്ച് ലാൽസലാമും കുറച്ച് വിപ്ലവവും കൂടെ ചേർത്താൽ സംഭവമൊക്കെ ആവും. ഇത് പ്രാക്ടീസൊക്കെ കഴിയുന്നതിന് മുമ്പ് എങ്ങനെ CM കേൾക്കുമോ? എൻ്റെ സംശയം അതാണ്. ആരെങ്കിലും ചോർത്തി കൊടുക്കുമോ? കൊടുത്ത പുള്ളി എന്ത് പറയും? ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല. ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിന് എനിക്ക് സംശയമില്ല. അപ്പോൾ അത് ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു പ്രവൃത്തി പദത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ ഒരു ഐഡിയ. ആപ്പീസ് ഉദ്ഘാടനം ഒരു വശത്ത് നടക്കും. CM വരുന്നു, ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ പിന്നണിയിൽ ഈ പാട്ട് ആടിപ്പൊളിയായിരിക്കും. ആപ്പീസ് ഉദ്ഘാടനം കഴിയുന്നു. CM സ്റ്റേജിലേക്ക് വരുന്നു. മാസ് എൻട്രി. അപ്പോഴും ഇതേ പാട്ട് പൊളിക്കും. സ്റ്റേജിൽ വന്നിരുന്ന് ഈ പാട്ടിങ്ങനെ മുഖ്യമന്ത്രി കേൾക്കുകയാണ്. എന്തല്ലേ ഈ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ വേണ്ട. അതിനൊക്കെ മറുപടി പറയാൻ പാർട്ടിക്കാർ തന്നെ ഉണ്ടല്ലോ, ആവശ്യം പോലെ ആളുകൾ.
ഒരു സ്വാഗത ഗാനത്തിൽ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് പറഞ്ഞാൽ അതിലെന്താണ് പ്രശ്നം? അപ്പോൾ ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന ഏറ്റവും ശരിയായ ഒരു നിലപാടിനെ നമ്മൾ അങ്ങനെ ഒരു പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമുണ്ടോ? അതാണ് യഥാർത്ഥ പ്രശ്നം. അല്ലാതെ ഇതൊരു വാഴ്ത്തുപാട്ടൊന്നുമല്ല. മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു വരി എഴുതിയാൽ അതിൽ ഒരു യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവുമില്ല. പാട്ട് കേട്ടിട്ട് CM എന്തായിരിക്കും പറയുക? തരാനുള്ള DA ഒക്കെ തന്നു തീർക്കൊന്നായിരിക്കുമോ, അതോ ശമ്പളം കൂട്ടി തരും എന്നാണോ? അപ്പോൾ നമുക്കിവിടെ നിർത്താം അല്ലേ? ശരി. ഇനി എന്നാണ് അടുത്ത പാട്ട് എഴുതേണ്ടി വരിക? അതോ മുഖ്യമന്ത്രിക്ക് എഴുതിയ പാട്ട് കണ്ട് ഇനി 20 പാട്ടുകൂടെ എഴുതേണ്ടി വരുമോ എന്തോ? ഏതായാലും എഴുതാം, വേറെ പണിയൊന്നുമില്ലല്ലോ, എഴുതി തകർത്തേക്കാം. അതിലെ ഒരു കാര്യമുള്ളത്, ഈ കവിത എഴുതുമ്പോൾ എഴുതാൻ തുടങ്ങുന്ന തലമല്ല എഴുതി വരുമ്പോഴുണ്ടാകുന്നത്. ഇത് പിണറായി സാഹബ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുന്നിൽ കാണുന്നത് നമ്മുടെ ഒരു രക്ഷിതാവായിട്ടാണ്. നമ്മുടെ വീട്ടിൽ ഒരു ഇല്ലായ്മയാണ്, അപ്പോൾ പട്ടിണിയാണെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത വീട്ടിൽ പോയി നമ്മളെന്തെങ്കിലും തിരഞ്ഞു കൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമല്ലോ. അതുപോലെ നമ്മുടെ പിണറായി സാഹബ് അടുത്ത രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നുള്ള സമ്പത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ പാവങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ ഒരു മനുഷ്യന് വേണ്ടി ഒരു കവിതയെങ്കിലും എഴുതിയില്ലെങ്കിൽ പിന്നെ കവിയായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എങ്ങനെ എഴുതിയത്? അപ്പോൾ ഇതാണ് പാട്ടുകഥ. ഒരു അപേക്ഷയുണ്ട്, എന്തെങ്കിലും കാര്യത്തിന് സെക്രട്ടേറിയറ്റിൽ വരേണ്ടി വന്നാൽ ഇതവനല്ലേ എന്നോർത്ത് പണി തരരുത്. അപ്പോൾ കാണാം.